ലോകപ്രശസ്തമായ ഇബ്നു കസീർ എഴുതിയ ഇബ്നു കസീർ നിങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ എഴുതിയ ബുക്കന്റെ കയ്യിലുണ്ട്, 4 മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് എഴുതിയ ബുക്കുണ്ട്. അതിന്റെ അവസാനം അതാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ മകനടക്കം എഴുതിയ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, 4 മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. അൽ ഫുർഖാനിലതാ വിവരമില്ലാത്തവരെ സ്വീകരിക്കരുത്, 4 മദ്ഹബ് സ്വീകരിക്കാൻ ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുണ്ട്. മൗലവി, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എന്റെ പ്രസംഗത്തിൽ നിങ്ങളെ സർവ്വ സലഫി മൗലവിമാരും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇബ്നു അബ്ദുൽ വഹാബ് ഹംബലിയല്ലേ ഇരിക്കട്ടെ, ഇന്നും സൗദി അറേബ്യയിലെ ഹംബലി മദ്ഹബല്ലേ, ഇത്രയും ഖുനൂത്ത് ഓടുന്നില്ലേ, നിങ്ങൾക്കൊരിക്കലും ഖുനൂത്തില്ലല്ലോ. എന്നാൽ അതെ, നിങ്ങളുടെ ആ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ഈ പുസ്തകത്തിൽ 4 മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ആരാണ് ഈ പുസ്തകം എഴുതിയത്? അതേ, ഇത് എഴുതിയത് അല്ലാമത്ത് ശൈഖ് അഹ്മദ് ബിൻ ഹജർ ബിൻ മുഹമ്മദ് ബിൻ അലി അബൂ താബി അലി ബിൻ അലി ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഖീദത്തുഹു സലഫിയ്യ വദഅവത്തുഹു ഇസ്ലാഹിയ്യ വസനാഉൽ ഉലമാഇ അലൈഹി. ഇതാരാണ് പരിശോധിച്ച് ശരിയാക്കിയത്? അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ബാസ്. ഇതാ ഫൈസൽ രാജാവിന്റെ ചെലവിന് പരസ്യമായി വെറുതെ കൊടുക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അതാ ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണെന്ന് വ്യക്തമായി പറയുന്നു. വനഹ്നു അയ്ളൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലാ നുൻകിറു അലാ മൻ ഖല്ലദൽ അയിമ്മത്തുൽ അർബഅ. 4 മദ്ഹബിന്റെ ഇമാമികളെ സ്വീകരിക്കുന്നവരെ ഞങ്ങൾ ആക്ഷേപിക്കൂല. അതേസമയം റാഫിദത്തിനെയും സൈദിയത്തിനെയും ഇമാമത്തിനെയും ഒക്കെ എതിർക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബൽ നുജ്ബിറുഹും അലാ തഖ്ലീദി അഹ്ലിൽ അയിമ്മത്തുൽ അർബഅ. 4 ഒരു ഇമാമികളെ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും. വലാ നസ്തഹിഖു മർതബത്തൽ ഇജ്തിഹാദി. ഞങ്ങൾക്ക് ഖുർആനും ഹദീസും നോക്കിയിട്ട് മതം പറയാനുള്ള അർഹതയില്ല. വലാ അഹദു മിന്നാ യദ്ഈഹി. ഒരിക്കലും ഞങ്ങളത് വാദിക്കാനുമില്ല. ഖുർആൻ ഹദീസിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് വ്യക്തമായി കണ്ടാൽ പോലും ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞാലല്ലാതെ ഖാല ബിഹി അഹദുൽ അയിമ്മത്തിൽ അർബഅ അഖദനാ ബിഹി, ഒരു ഇമാം പറഞ്ഞാലല്ലാതെ ഞങ്ങൾ സ്വീകരിക്കൂല. ഇത് പറഞ്ഞ നിങ്ങളെ നേതാക്കന്മാർ അവസാനം പറയുന്നത് എന്താണ്? അവസാനം പറയുന്നത്, ഞങ്ങൾ ഖുർആൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാന്റെ കിതാബ് ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സഹായം തഫ്സീരിൽ മുത്തദാവിലെത്തി ലോകത്തിങ്ങനെ കൈമാറി വരുന്ന തഫ്സീറാണ്. തഫ്സീർ അതിലേറ്റവും വലിയ തഫ്സീറാണ് തഫ്സീർ ഇബ്നു ജരീർ. പിന്നെയോ മുഖ്തസറുൽ ഇബ്നു കസീർ, ഇബ്നു കസീറിന്റെ തഫ്സീർ, ഇബ്നു ജരീറിന്റെ തഫ്സീർ, വകദാലിക്കൽ ബഗവി, ബഗവി ഇമാമിന്റെ തഫ്സീർ, വൽ ബൈദാവി, ബൈദാവി ഇമാമിന്റെ തഫ്സീർ, വൽ ഖാസിം വൽ അദ്ദാദ് വൽ ജലാലൈനി, ജലാലൈനി അടക്കമുള്ള തഫ്സീറാണ് ഞങ്ങൾക്ക് അവലംബം. വലാ ഫഹ്മിൽ ഹദീസ് ബിശുറൂൽ അയിമ്മത്തിൽ മുബ്രിസീന കൽ അസ്ഖലാനി വൽ ഖസ്സലാനി അൽ ബുഖാരി വൻ നബവി അലാ മുസ്ലിം വൽ മനാവി അലാ ജാമി സഗീർ. ഞങ്ങൾക്ക് ഖുർആൻ തിരിയണമെങ്കിൽ അതേ നബവി ഇമാമിന്റെ സഹായം ഇല്ലാതെ ഹദീസ് തിരിയൂല, ഖസ്സലാനിയും അസ്ഖലാനിയുടെയും കിതാബില്ലാതെ തിരിയൂല, മനാവില്ലാണ്ട് തിരിയൂല, ഇബ്നു കസീർ ഇല്ലാണ്ട് മനസ്സിലാവൂല, വിവരമില്ല എന്ന് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഭംഗിയായി അതാ നിങ്ങളെ സലഫി നേതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നു. ഓ മൗലവിമാരെ, ഇബ്നു ഹജർ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് ഞാൻ കേൾപ്പിച്ചില്ലേ? ഇമാം നവവി പറഞ്ഞത് കേൾപ്പിച്ചില്ലേ? ചോദിക്കട്ടെ, നിങ്ങൾ ആൾക്കാർ തന്നെ എഴുതിയില്ലേ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോലും ഞാനൊരു തനി മുജ്തഹിദ് ആണെന്ന് വാദിച്ചിരുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് തന്നെ എഴുതിയത് നിങ്ങളെ മലയാള പുസ്തകത്തിൽ തന്നെ ഇല്ലേ? എന്നിട്ട് 4 മദ്ഹബിനെ സ്വീകരിച്ച് ജീവിക്കുന്ന ഞങ്ങൾ പിഴച്ചു പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ മുഴുവൻ നേതാക്കന്മാരും മദ്ഹബ് സ്വീകരിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇനിയാണ് നിങ്ങളോന്റെ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഹദീസ് മനസ്സിലാകാൻ ഇബ്നു ഹജർ അസ്ഖലാനി വേണം, ഇമാം നവവി വേണം, ജലാലൈനി വേണം. എന്നാൽ അവരൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്നല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ഖബറിങ്കിൽ തലയും താഴ്ത്തിയിട്ട് വളരെ വിനയത്തോടെ നിൽക്കണമെന്നല്ലേ പറഞ്ഞത്? അവരൊക്കെ ജാറത്തിന്റെ മേലെ കുബ്ബ വേണമെന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞവര് നിങ്ങളെ ഭാഷയിൽ മുശ്രിക്കീങ്ങളല്ലേ? ചോദിക്കട്ടെ, മുശ്രിക്കിന്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഖുർആൻ തിരിയൂല അല്ലേ? ഹദീസ് തിരിയൂല അല്ലേ? ഓ മൗലവിമാരെ,
ഒരല്പമെങ്ങാനും മസ്തിഷ്കമുണ്ടെങ്കിൽ, ഒരല്പമെങ്ങാനും ചിന്തയുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞോ നിങ്ങൾ തപ്പടാക്കിയായ മുജാഹിദാശയം, ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം വന്നോ. മുസ്ലിമീങ്ങളെ കൂടെ മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കാൻ വന്നോ, അവരെ കിതാബിൽ എഴുതി വെച്ച് സ്വീകരിക്കാൻ വന്നോ. ഖബറിൽ എഴുന്നേറ്റ് വരുന്ന സംഭവം ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്. നിങ്ങൾ അവലംബിക്കുന്ന ഇബ്നു കസീറിന്റെ ഗ്രന്ഥമാ വായിച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ വെല്ലുവിളിയും കൊണ്ട് നാദാപുരത്തേക്ക് കടക്കണ്ട കേട്ടോ. അതൊക്കെ ഷാർജയിൽ ഇരുന്നിട്ട് ഒരു വിവരവുമില്ലാത്ത കക്ഷികളെയും കൂട്ടിയിട്ട് നാവടിച്ചാൽ മതി മൗലവി. ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവേ, സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഞാൻ ഇത്രയും നീട്ടി സംസാരിച്ചത് അല്ലാഹുവിന്റെ ദീൻ അത് നശിപ്പിക്കുന്നത് കണ്ടിട്ട്, ഇമാമികൾ കള്ളുകുടിയന്മാരാണെന്ന് പറയുന്നത് കണ്ടിട്ട്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറാബ് കുടിച്ചു എന്ന് ഹദീസിലുണ്ടായിട്ട്, ശറാബ് കള്ളാണ്, വെള്ളമാണ്, വെള്ളത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔലിയാക്കളും ആലിമീങ്ങളും ജീവിച്ച നാദാപുരത്ത് വന്നു ഷാഹിയും സലഫിയും പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിന് മറുപടി പറയാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണുണ്ട്, ഇമാമിങ്ങളെ കാണുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പക്കാര് സമ്മേളനത്തിന് കാത്തു നിൽക്കാതെ ഞാൻ ഈ പ്രസംഗിച്ചത് കേട്ടോ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ഇമാമീങ്ങളെയും കള്ളുകുടിയന്മാരാണെന്ന് പറയുന്ന നിലക്ക് യഹൂദികളെ ചാരന്മാര് വന്നപ്പോൾ ഞങ്ങളതിന് ശക്തിയായി എതിർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മരണം വരെ സുന്നത്ത് ജമാഅത്ത് പഠിക്കാനും പ്രചരിപ്പിക്കാനും നീ ആരോഗ്യം നിലനിർത്തണേ റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരണം റഹ്മാനേ. ഇന്നീ കിതാബൊക്കെ മാർക്ക് ചെയ്യുന്ന തിരക്കുകൊണ്ട് കുറ്റ്യാടിയിൽ വന്നവർക്കൊന്നും സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല. പലരും നേർച്ച തന്നു, സദഖ തന്നു, ഇവിടെ വന്നപ്പോൾ തന്നു. റബ്ബേ, അവർക്ക് കൊടുക്കുന്ന രാജാവ് നീയാണ്. എവിടുന്ന് ആര് ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്താലും കൊടുക്കുന്ന രാജാവ് നീയാണ്. ആര് ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്തോ, സദഖ ചെയ്തോ, അതിനുവേണ്ടി വിദേശത്തുനിന്നും നാട്ടിൽ അധ്വാനിക്കുന്നുണ്ടോ, SYS-ഉം SSF-ഒക്കെ ആര് ശക്തിപ്പെടുത്തുന്നുണ്ടോ, അവർക്കെല്ലാം അവരുദ്ദേശിച്ചത് ഹലാലായ നിലക്ക്, ഖൈറായ നിലക്ക് നീ കൊടുക്കണേ റഹ്മാനേ. അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും ആലിമീങ്ങളെയും നീ ഹക്കിന്റെ മേൽ യോജിപ്പിക്കണേ റഹ്മാനേ.